മറ്റൊരു വാർത്തയിലേക്ക് വൈഡ് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കിയിൽ കെട്ടിട നിർമ്മാണ പ്രതിസന്ധി. തമിഴ്നാട്ടിലെ കോറികൾക്ക് സർവേയുടെ ഭാഗമായി സർക്കാർ പാസ് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിൽ നിന്നുള്ള ടിപ്പർ ടോറസ് ലോറികൾക്ക് പാസ് ലഭിക്കുന്നില്ല. കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും സാമഗ്രികൾ എത്തിക്കുന്നത് ഇരട്ടി ചെലവാകുമെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ പറയുന്നു. കേരള തമിഴ്നാട് സർക്കാരുകൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി തമിഴ്നാട്ടിൽ തേനി ജില്ലയിൽ നിന്നുമാണ് ഇടുക്കിയിലെ പീരുമേട്, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിലോട്ട് മെറ്റീരിയലുകളും ക്രഷർ ഉൽപ്പന്നങ്ങളും എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 10 ദിവസമായി തമിഴ്നാട്ടിൽ നിന്നും ഇത്തരം സാധനങ്ങളൊന്നും കേരളത്തിലെ വാഹനങ്ങൾക്ക് കിട്ടുന്നില്ല. ടിപ്പർ മേഖലയും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയും ആകെ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിലോട്ട് ഇപ്പോൾ അവർ സാധനങ്ങൾ കയറ്റിവിടുവാൻ അവിടുത്തെ പാസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നും അവിടുത്തെ സർക്കാരിൽ നമ്മളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ആരും അടിയന്തരമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാഹുൽ സുരേഷാണ് ചെയ്തത്. രാഹുൽ, എന്താണ് പ്രതിസന്ധിക്ക് കാരണം? എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിനീത, ഇടുക്കിയിലെ നിർമ്മാണ മേഖല തമിഴ്നാടിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തേനി ജില്ലയിലെ വിവിധയിടങ്ങളിലുള്ള കോറുകളിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് ഈ പാറയും മിറ്റിലും പാറപ്പൊടിയും അടക്കം എത്തിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 10 ദിവസമായി ഈ തമിഴ്നാട്ടിലെ കോറുകളിൽ സംസ്ഥാന സർക്കാരിന്റെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോറുകൾക്ക് ഈ സാധനങ്ങൾ നൽകാനുള്ള പാസ് നൽകുന്നില്ല. മറ്റൊരു കാര്യം, ഇടുക്കിയിൽ നിന്ന് പോകുന്ന ടിപ്പറുകൾക്കും ടോറസുകൾക്കും അത് കടത്തിക്കൊണ്ടുവരാനുള്ള പാസും നൽകുന്നില്ല. ഇങ്ങനെ പാസ് നൽകാത്തതാണ് നിലവിൽ സാധനങ്ങൾ ഇവിടേക്ക് എത്താത്തതിന് കാരണമെന്നാണ് ഗവൺമെന്റ് കോൺട്രാക്ടർമാരും ഈ ടിപ്പർ ലോറി ഉടമകളും പറയുകയും ചെയ്യുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തും കോട്ടയത്തും പോയി ഈ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരുന്നത് ഏതാണ്ട് 20% വരെ വില കൂടുന്നതിന് കാരണമാകും. ഈ തമിഴ്നാട്ടിലേക്ക് പോകുവാനാണെങ്കിൽ 100 കിലോമീറ്റർ ആണുള്ളത്. പക്ഷേ കോട്ടയത്തേക്കോ എറണാകുളത്തേക്ക് പോകുന്നതിന് 200 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണ 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണ പ്രവൃത്തി കഴിയേണ്ട ഒരു സ്ഥാപനം അത് പണി പൂർത്തിയാകണമെങ്കിൽ 6 ലക്ഷവും 7 ലക്ഷവും ഒക്കെ ചിലവ് വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്നത്. ഈ സമയത്ത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ, അതുകൂടാതെ ഈ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനിടയിലാണ് ഈ പാറ ഖനനം, പാറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മിറ്റില്, പാറ, അതുകൂടാതെ പാറപ്പൊടി എന്നിവയുടെ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഒട്ടും സാധനം ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണമായും ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തികൾ അവസാനിപ്പിക്കേണ്ടി വരും, നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നതാണ് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ പറയുകയും ചെയ്യുന്നത്. വിനീത, ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും 2 സർക്കാരുകൾ ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. ഇതിൽ ചർച്ചകൾ നടത്തി പരിഹാരം കണ്ടെത്തണമെന്നതാണ് അവരുടെ ആവശ്യം.